വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലമായി വിവിധ ക്രിമിനൽ കേസുകളിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഘടനാപരമായ കേസുണ്ട്, മൈക്രോ ഫിനാൻസ് സംബന്ധിച്ച കേസുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ VM സുധീരൻ ഉന്നയിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയും മൈക്രോ ഫിനാൻസിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുമായിരുന്ന കണിച്ചുകുളങ്ങരക്കാരനായ മഹേശൻ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണത്തിന്റെ പിന്നിൽ എന്താണ് ദുരൂഹതയുള്ളത് എന്ന് അതിന് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ആ കുറിപ്പ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ മരണപ്പെടുന്നതിന് ഉത്തരവാദി മൈക്രോ ഫിനാൻസ് കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകനും ചെയ്ത തെറ്റുകളാണ്, അല്ലെങ്കിൽ അതിനാണ് എന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ജീവൻ വെടിയുന്നു എന്ന അർത്ഥത്തിലൊക്കെയുള്ള ഒരു കുറിപ്പാണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഏത് തരത്തിലാണ് മരണം എന്നോ അതിന്റെ മറ്റു വിശദാംശങ്ങളോ വന്നില്ല. കുറച്ചു കാലമായി, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലൂല്ലല്ലോ. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രി രക്ഷകനായി നിന്നു, മുഖ്യമന്ത്രിക്ക് രക്ഷകനായി വെള്ളാപ്പള്ളി നടേശനും നിന്നു. അതിന്റെ ദുരന്ത ഫലം LDF അനുഭവിച്ചു. അതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ എല്ലാ വംശീയ വർഗീയ പ്രസ്താവനകളും കേരളം നാറ്റിച്ചു കളഞ്ഞു, കേരളത്തിന്. അതുകൊണ്ട് ഗുരുദേവന്റെ പാരമ്പര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്തത്. SNDP-യുടെ ബന്ധപ്പെട്ട കേസിലും അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. മൈക്രോ ഫൈനാൻസ് കേസിൽ വളരെ കുറഞ്ഞ പണത്തിന് പലിശയ്ക്ക് പണമെടുത്ത് മൈക്രോ ഫൈനാൻസിന് കൊടുക്കാൻ വേണ്ടി കൂടിയ പലിശയ്ക്ക് ആളുകൾക്ക് കൊടുത്തു. അങ്ങനെ വലിയ തോതിൽ പണം സമ്പാദിച്ചു. ഇതാണ് മൈക്രോ ഫൈനാൻസ് കേസ്. ഈ കേസുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദമില്ലെങ്കിൽ UDF-ഉം ഇതൊന്നും തൊടില്ല. കാരണം VD സതീശൻ എന്ന മുഖ്യമന്ത്രി കൃത്യമായും ഇവരോടൊക്കെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ സതീശൻ മുഖ്യമന്ത്രി ആവില്ല, 100 സീറ്റ് കിട്ടില്ല, കിട്ടിയാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കണ്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് സതീശൻ മാന്യനാണ്, ധൈര്യമുള്ളവനാണ്, നിലപാടുള്ളവനാണ്. സുകുമാരൻ നായർ ഇപ്പോ വേറെ ആദ്യം കുറച്ചൊക്കെ നന്നായി പറഞ്ഞു, ഇപ്പൊ വീണ്ടും അഹങ്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് ഓർക്കുക. എനിക്ക് മുഖ്യമന്ത്രി സതീശനോട് പറയാനുള്ളത്, അങ്ങക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നു എന്നാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ അങ്ങയെ പ്രശംസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹം സ്വയം ഏതെങ്കിലും നടപടിക്ക് പോകും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം കേരളത്തിലെ സാമൂഹ്യ കാലാവസ്ഥ അങ്ങനെയാണ്, അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് അദ്ദേഹം. പക്ഷേ കേരളത്തിൽ നിലപാടുകൾ കൊണ്ട് കൃത്യമായി എപ്പോഴും വ്യത്യസ്തനായിരിക്കുന്ന VM സുധീരൻ ഇതിൽ മാത്രമല്ല, ഇപ്പൊ മദ്യത്തിലായാലും കരിമണൽ വിഷയത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും അതിശക്തമായി നിലപാടുള്ള ആളാണ്. പക്ഷെ VM സുധീരന് പറയുന്ന നിലപാടിനെ തള്ളിക്കളയാൻ VD സതീശന് പറ്റില്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ. കാരണം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ VM സുധീരനാണ്. അവിടെ ഹൈക്കമാൻഡിൽ സംശയമുണ്ടാവുകയും MLA-മാർ ഒരാളെ പിന്തുണയ്ക്കുന്നു, ജനങ്ങൾ വേറൊരാളെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ കൃത്യമായി VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞയാൾ VM സുധീരനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള തീരുമാനം വരും എന്നാണ്. അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനം വന്നതിന് ശേഷം ആദ്യം പോയി കണ്ട ആളുകളിൽ ഒരാൾ സുധീരനാണ്. പ്രതിപക്ഷ നേതാവിനെ കണ്ടതിനേക്കാൾ മുമ്പ് തന്നെ സുധീരനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങൊരു ജ്യേഷ്ഠ സഹോദരനാണ്, എന്നെ ശാസിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ശാസിക്കും, സംശയമൊന്നുമില്ല. സുധീരൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല, ശാസിച്ചുകൊണ്ട് എന്താ കുഴപ്പമൊന്നുമില്ല. ഈ ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫോഴ്സായി സുധീരൻ നിൽക്കും. നമ്മൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് കണ്ടല്ലോ, കൃത്യമായി ഗവൺമെന്റ് എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയാൽ പ്രതിപക്ഷമല്ല സുധീരനാണ് എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. അപ്പോ ഇവിടെ അത് കണ്ടു. അങ്ങനെ വരുമ്പോൾ VM സുധീരൻ മഹേശന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു കൊടുത്ത കത്ത് തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ അന്വേഷണം വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വന്നാൽ, അത് വലിയ തോതിൽ വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിന്റെ മകനെയും ബാധിക്കും.
അങ്ങനെ ബാധിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ അപ്പോൾ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കും നമുക്കറിയില്ല. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയെ പിന്താങ്ങിയതാണ് തെറ്റെന്ന് പാർട്ടി കമ്മിറ്റികളിലൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ ഇതുവരെ വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല എം പി ഗോവിന്ദൻ പറഞ്ഞത് കാറി കയറ്റിയത് ശരിയായിരുന്നു. കാറി കയറ്റിയത് ശരിയായെന്നല്ല ചോദ്യം. എന്താ വെള്ളാപ്പള്ളിക്ക് കാറില്ലേ? കേരള മുഖ്യമന്ത്രിയേക്കാൾ നല്ല കാറുണ്ട് വെള്ളാപ്പള്ളിക്ക്. എന്താ അദ്ദേഹത്തിനെ കാറി വന്നാൽ പോലെ? അപ്പൊ അതുകൊട്ടെ, ഞാൻ പറഞ്ഞതല്ല. എന്തായിരിക്കും നിലപാട്? ഒരു തെറ്റ് സംഭവിച്ചു, ഒരു ക്രിമിനൽ കുറ്റം നടന്നു, ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയായ ഒരാൾ, വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരാൾ, അങ്ങനെ ഒരാൾ ഇപ്പോഴും കേരളത്തിന്റെ വലിയൊരു മുഖമായി കേരളത്തിൽ വളരെ ആദരിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തു. കേന്ദ്ര സർക്കാരിനും അതിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക്, ഇത്രയും ക്രിമിനൽ കേസ് നിൽക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം പോലും ചോദ്യം ചെയ്യുന്ന കേസുകൾ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കേസുകളുണ്ട്, ED ഒക്കെ അന്വേഷിക്കുന്ന കേസുകളുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തത് അബദ്ധമായി പോയി എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കേരളത്തിലെ പിന്നോക്ക ഹിന്ദു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ BDJS ഉണ്ടാക്കി മകനെ വിട്ടു. അത് കഴിഞ്ഞ് കേരളത്തിലെ പിന്നോക്ക ഹിന്ദു വിഭാഗത്തെ അടർത്തിയെടുത്ത് BJPക്ക് ദാനം ചെയ്യുക എന്ന ഒരു ഡ്യൂട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാലം അത്രയും നിർവഹിച്ചത്. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം. അതേ രീതിയിലാണ് UDF പോകുന്നതെങ്കിൽ UDFനും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. കൃത്യമായും നിയമപരമായി തന്നെ, ഞാൻ ഒരു പ്രതികാരവും പറയുന്നില്ല, നിയമപരമായി ഇങ്ങനെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു, അത് അന്വേഷിക്കുന്നു. അത് അന്വേഷിച്ച് അദ്ദേഹത്തിന് എതിരെ നിയമപരമായി എടുക്കേണ്ട നടപടിയെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിൽ ഇളവ് വരുത്തിയാൽ അത് സർക്കാരിന് നാണക്കേട്.